ഇന്നൊരു ചെറിയ വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് വ്ളോഗ് ചെയ്യുന്നത്. ഞങ്ങൾ അടുത്ത് തന്നെ ഒരു ഗോവ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ചേർത്തൊരു വ്ളോഗായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. എനിക്ക് മുമ്പ് വ്ളോഗൊന്നും ചെയ്ത് ശീലമില്ല, അതിൻ്റെ ഒരു കുറവൊക്കെ കാണും. എല്ലാവരും വീഡിയോ മുഴുവൻ കണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ബാംഗ്ലൂർ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ പോയ ശേഷമാണ് ഞങ്ങൾ ഗോവയ്ക്ക് പോയത്. അതുകൊണ്ട് ഞങ്ങളുടെ ഫ്ലൈറ്റ് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നായിരുന്നു. അവിടെ ഡിപ്പാർച്ചറിൽ ടെർമിനൽ 2 എന്നാണ് ഞങ്ങൾ പോയത്. ടെർമിനൽ 2നെ കുറിച്ച് ഒന്ന് പ്രത്യേകിച്ച് എടുത്തു പറയണം. സ്വർണ്ണപ്രഭയിൽ കുളിച്ച് നിൽക്കുന്ന ഒരു ബിൽഡിംഗ്. നമ്മൾ ഇന്ത്യയിൽ തന്നെ പല എയർപോർട്ടുകളിലും പോയിട്ടുണ്ടെങ്കിലും ഇത്ര മനോഹരമായ ഒരു കാഴ്ചകൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത്ര ഭംഗിയുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു അത്. പുതിയതായിട്ട് ബാംഗ്ലൂർ എയർപോർട്ടിൽ വന്ന ഇതാണെന്നാണ് പറയണത്. ഇവിടുന്ന് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ തോന്നുന്നു. അപ്പോൾ കിട്ടിയ സമയം കൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും ചെറിയ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ പുലർച്ചെയാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. ഞങ്ങളങ്ങനെ ഇറങ്ങി ഇപ്പോൾ നേരെ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ ഞാൻ കുറച്ച് നമ്മുടെ ടാക്സിയിലിരുന്ന് തന്നെ പിടിച്ചതാണ്. അപ്പോൾ ബോട്ടുകളൊക്കെ ഇവിടെ എനിക്ക് തോന്നുന്നത് ബാക്ക് വാട്ടറാണെന്ന് തോന്നുന്നു. നിറയെ ബോട്ടുകളൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് ക്ലൈമറ്റ് ആയാലും ശരി, പ്രകൃതി ഭംഗി ആയാലും എല്ലാം കേരളത്തിന് സമാനമായ ഒരു ഇതാണ് ഗോവയിലുള്ളത്. വളരെ ഭംഗിയുണ്ട്. ശരിക്കും നമ്മൾ കേരളത്തിലെത്തിയ ഒരു പ്രതീതി തന്നെയാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. പനാജിയിലുള്ള ഒരു ബീച്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ലഞ്ച് കഴിക്കാനായിട്ടൊരു വലിയ ഹോട്ടൽ. അപ്പോൾ നമുക്ക് ബീച്ചിൽ അങ്ങനെ ഫേസ് ചെയ്തിരുന്നിട്ട് ലഞ്ച് കഴിക്കാൻ പറ്റിയത് കാരണം നല്ല ഫുഡായിരുന്നു. സീ ഫുഡൊക്കെ ആയിട്ട് നല്ലൊരു ഭക്ഷണമായിരുന്നു. ഫൊണ്ടേനിയസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് പിന്നെ നമ്മൾ പോയത് കേട്ടോ. അത് പോർച്ചുഗീസുകാരുടെ സ്റ്റൈലിലുള്ള കുറച്ച് വീടുകൾ ചേർന്ന ഒരു സ്ഥലമാണ്. അതായത് ഫോട്ടോ ഷൂട്ടിങ്ങിനാണ് മെയിനായിട്ട് നമ്മൾ അവിടെ പോയത്. അവിടെ ഫിലിം ഷൂട്ടിങ്ങൊക്കെ നടക്കാറുള്ള സ്ഥലമാണ്. ഓരോ വീടുകളും ഓരോ കളറിലായിരിക്കും. അവിടെ പല കളറിലുള്ള വീടുകളുടെ ഒരു സ്ട്രീറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ആരും പുറത്തൊന്നും കണ്ടില്ല. ഉള്ളിലെല്ലാം എല്ലാ വീട്ടിലും ആൾക്കാരുണ്ടെങ്കിലും ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ മാത്രം റോട്ടിലുണ്ടായിരുന്നു. ഷൂട്ടിങ്ങിനായിട്ട് വന്നിട്ടുള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു. ഞങ്ങളും കുറച്ച് അത്യാവശ്യം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ആ ഭാഗമൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ പാറ റോഡിലാണ് പോയത് കേട്ടോ. അതും ഇതേപോലെ ഫിലിം ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന ഒരു ലൊക്കേഷനാണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ പോലെ തന്നെ 2 സൈഡിലും പാടമൊക്കെ ആയിട്ട് അതിൻ്റെ നടുവിൽ കൂടെ ഒരു റോഡ്. പക്ഷേ എന്താ സ്പെഷ്യാലിറ്റി എന്നറിയില്ല, അവിടെ എല്ലാവരും വന്ന് ഷൂട്ടിങ്, നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ തിരക്ക് ഒഴിഞ്ഞൊരു സ്ഥലത്താണ് ഷൂട്ടിങ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവരും റോട്ടിലൊക്കെ കിടന്നിട്ട് ഇരുന്നിട്ടൊക്കെയാണ് ഷൂട്ടിങ് ചെയ്തുകൊണ്ടിരുന്നത്. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണെന്ന് നമുക്ക് പറയാം. അത്ര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. നടുവ് കൂടെ ഒരു സിംഗിൾ റോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് പാറ റോഡ്. മറ്റുള്ള ടൂറിസ്റ്റുകളെ പോലെ തന്നെ ഞങ്ങളും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ അവിടെ എടുത്തിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് ചപ്പോറ ഫോർട്ടിലേക്കാണ്. അത് താഴെ നിന്ന് കുറേ ദൂരം നമുക്ക് നടക്കാനുണ്ട്. നിരവധി സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം നമുക്ക് ഈ ഫോർട്ടിലേക്ക് എത്താൻ. ഫോർട്ട് എന്ന് പറയുമ്പോൾ പോർച്ചുഗീസുകാരുടെ ടൈമിൽ നിർമ്മിച്ച ഒരു ഫോർട്ടിൻ്റെ അവശിഷ്ടം മാത്രമേ അവിടെ ഉള്ളൂ. പൊട്ടിത്തകർന്ന ഒരു ഫോർട്ടെന്ന് വേണം പറയാൻ. പക്ഷേ അത്രയും മുകളിൽ കയറി കഴിഞ്ഞ് നമുക്ക് അവിടുന്ന് കടൽ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പല സൈഡിലും നമുക്ക് പോയി നിന്ന പലതരം വ്യൂ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഞങ്ങളവിടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ചപ്പോറ ബീച്ചാണ്. അതിൻ്റെ അടുത്ത് തന്നെ വെഗേറ്റർ ബീച്ചുണ്ട്. അവിടെയും ഞങ്ങൾ പോയിരുന്നു. രണ്ടും വളരെ നല്ല, കാണാൻ വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ കുറച്ചധികം നമുക്ക് നടന്ന് കയറണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ചപ്പോറ ഫോർട്ടിൻ്റെ ഏറ്റവും മുകളിലെത്താൻ നമുക്ക് കുറച്ചധികം ദൂരം സ്റ്റെപ്പ് നിറയെ ഉണ്ട് കയറാനായിട്ട്. ഞങ്ങൾക്ക് ക്ഷീണം തോന്നിയപ്പോൾ ഞങ്ങൾ ഇടയിലൊക്കെ കുറച്ച് റെസ്റ്റ് എടുത്ത് ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ പതുക്കെയാണ്, വളരെ സ്ലോയിലാണ് മുകളിലെത്തിയത്. ഇപ്പം നമ്മൾ മുകളിലെത്തി കഴിഞ്ഞു. മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. ഇതന്നെ പല കോർണറിൽ പോയി നിന്ന് എടുത്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരു സൈഡ് പച്ചപ്പ് നിറഞ്ഞ ഗോവയുടെ ഒരു വ്യൂവും നമുക്ക് അതിൻ്റെ മുകളിൽ നിന്നാൽ കിട്ടുന്നു. ഇത് വെഗേറ്റർ ബീച്ചാണ്. ഇവിടെ നമുക്ക് തൊട്ടടുത്ത് തന്നെ പോയി നിന്നിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഫോട്ടോസും വീഡിയോസൊക്കെ.
അപ്പോൾ ഞങ്ങളും പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്തിരുന്നു. എന്തായാലും നമുക്ക് നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റി കേട്ടോ. തേർഡ് ഡേ ഞങ്ങൾ ഹോട്ടൽ റാഡിസണിലാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ എയർപോർട്ടിൻ്റെ അടുത്താണ്, 5 സ്റ്റാർ ഹോട്ടലാണ്, നല്ല അടിപൊളി ഹോട്ടലായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾക്ക് തിരിച്ചു വരേണ്ട കാരണം ഞങ്ങൾ രാത്രി തന്നെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്ന് ഇറങ്ങി എല്ലാം ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. ഹോട്ടലിൻ്റെ ഇൻറ്റീരിയർ അത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പോർച്ചുഗീസ് സ്റ്റൈലുള്ള ഫർണിച്ചറും നല്ല ഭംഗിയുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം ഞങ്ങൾ വെഗേറ്ററിലുള്ള കാസ ജൂലിയാന എന്നുള്ളൊരു ഹോട്ടലിലായിരുന്നു താമസിച്ചിരുന്നത്. പക്ഷേ അവിടുത്തെ വീഡിയോസൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അന്ന് ആദ്യത്തെ ദിവസം ഫുൾ മഴയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയത്. അപ്പോൾ അവിടെ അടുത്തുള്ള അഞ്ജുന ബീച്ചിലാണ് ഞങ്ങൾ അന്ന് പോയത്. പക്ഷെ മഴ കാരണം ഞങ്ങൾക്ക് വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അവിടെ നിറയെ ഷോപ്പിംഗ് ഏരിയാസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് ഫുള്ള് ഷോപ്പിങ്ങും ഒക്കെ ആയിട്ട് ദിവസം പോയി. പിന്നെ ഈ സെക്കൻഡ് ഡേയുടെയും തേർഡ് ഡേയുടെയും വീഡിയോ മാത്രമേ ഞങ്ങൾക്ക് ഇപ്പോൾ ഇതിലെ വ്ളോഗിൽ കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇവിടെ കണ്ടു, വാസ്കോഡഗാമയുടെ ഒരു പ്രതിമയാണ് കേട്ടോ അത്. റാഡിസൻ്റെ ഇൻറ്റീരിയറാണിത്. എന്തായാലും ആകെ മൊത്തം ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. നല്ലോണം ഞങ്ങൾ എൻജോയ് ചെയ്തു. അടുത്ത ദിവസമായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. അതിന് മുമ്പായിട്ട് ഞങ്ങൾ പകല് അവിടെ അടുത്ത് തന്നെയുള്ള കണ്ടോളിം ബീച്ച്, ഹോട്ടൽ റാഡിസൻ്റെ അടുത്താണ് അതുള്ളത്. വളരെ വാക്കബിൾ ഡിസ്റ്റൻസ് ആയിരുന്നു. അപ്പോൾ അവിടെ പോയി കണ്ടോളിം ബീച്ചിൽ നല്ല നീറ്റായിട്ടുള്ളൊരു ബീച്ചാണ്. അധികം ആൾക്കാരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നന്നായി എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടുത്തെ കാഷ്യൂ ഒരു സ്പെഷ്യലാണ് കേട്ടോ. പലതരത്തിലുള്ള കാഷ്യൂ നമുക്കിവിടെ കിട്ടുമായിരുന്നു. അങ്ങനെ പല ഫ്ലേവറിലുള്ള കാഷ്യൂ ഒക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയത്. ഇവിടെ തന്നെ നമ്മൾ കുറച്ച് ഈ കണ്ടോളിം ബീച്ചിൽ കുറച്ച് റീൽസും എടുത്തു. അങ്ങനെ ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു. ഇനി അടുത്തൊരു വ്ളോഗുമായി എത്തുന്നത് വരെ ബൈ ബൈ.